Hello guys, I am Atman and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിൻ്റെ വേണ്ടി ഒരു പുതിയ കോമിക് റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, നമ്മളൊരു പുതിയ കോമിക് സീരീസ് തുടങ്ങാൻ പോവുകയാണ്. സോ ഈ കോമിക് സീരീസിൻ്റെ പേരെന്ന് പറയുന്നത് ബാറ്റ്മാൻ 3 ജോക്കേഴ്സ് എന്നാണ്. 3 ഇഷ്യൂസ് ഉള്ളൊരു കോമിക്കാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബാറ്റ് മൊബൈൽ ഒരു ഗ്രേവിലേക്ക് ക്രാഷ് ചെയ്ത് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ബാറ്റ്മാൻ പുറത്തേക്ക് വരുന്നു. ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന്. സമയം എല്ലാ മുറിവുകളെയും ഭേദപ്പെടുത്തും. അവ നിങ്ങളെ കൊന്നില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും. താങ്കളെ ശരിയാക്കിയിട്ട് ഞാനത് ശരിയാക്കാം മിസ്റ്റർ ബ്രൂസ്. ആൽഫ്രഡ് കത്തിയെടുത്ത് ബാറ്റ് സ്യൂട്ട് വെട്ടുന്നു. ഇത്തവണ എന്താ? ഒരു കുട. ബാറ്റ്മാൻ്റെ ദേഹത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് മുറിവുകളുണ്ട്. പിന്നീട് നമ്മൾ പാസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ യങ് ആയിട്ടുള്ള ബ്രൂസിനെ കാണുന്നു. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നല്ല പടം ഇതാണ്. എനിക്ക് തോന്നുന്നില്ല. ആ മാസ്ക് ഇട്ട ആൾ അടിപൊളിയായിരുന്നു തോമസ്. അത് സോറോ ആണമ്മേ. എനിക്കറിയാം, ബോക്സിൻ്റെ സ്പാനിഷാണത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് വെയിൻ, അടുത്ത തവണ ഞാൻ ഫ്രീ ടിക്കറ്റ് തരാം. നന്ദി സ്റ്റാൻലി. പക്ഷെ ഞങ്ങൾ ലോക്കൽ തിയേറ്റർ സപ്പോർട്ട് ചെയ്യാനാണ് വരുന്നത്. കാർ എവിടെ? എനിക്ക് എന്തോ പോലെ. ഞാൻ സോറയെ പോലെ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാം. വാലറ്റ് താ, പൈസ എല്ലാം. ഇതിൻ്റെ ആവശ്യമില്ല. തോക്ക് താഴെയിട്. അച്ഛാ, അമ്മേ. ഈ മുറിവ് ആഴമേറിയതാണ്. പിന്നീട് നമ്മൾ പ്രസൻറ്റിലേക്ക് വരുന്നു. അതൊരു തഴമ്പുണ്ടാക്കും. ബ്രൂസ്. പിന്നീട് നമ്മൾ ന്യൂസ് റിപ്പോർട്ടാണ് കാണുന്നത്. കൊച്ചുകുട്ടികൾ ഇത് കാണരുത്, ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. മോക്സോൺ ക്രൈം ഫാമിലിയിലെ അവസാന കണ്ണികൾ ഇന്ന് രാത്രി ഡൗൺ ടൗൺ ഗോത്തത്തിലെ ലൂസ് റെസ്റ്റോറൻറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടു. ജോക്കറാണ് ഇത് ചെയ്തതെന്ന് ഒരു ദൃക്സാക്ഷിയുണ്ട്. ഇത് ജോക്കർ തുടങ്ങിയ യുദ്ധമാണ്. മോക്സോൺ ഫാമിലിയാണ് തോമസ് വെയിൻ്റെയും മാർത്ത വെയിൻ്റെ കൊലയ്ക്ക് പിന്നിൽ എന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് ജോ ചില്ലാണ് അത് ചെയ്തതെന്ന് ഏറ്റു പറഞ്ഞു. ചില്ലിപ്പോൾ ജയിലിലാണ്. ജോക്കറിൻ്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല. മാക്സ് സ്പീഡ് സെലക്റ്റഡ്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബാർബറ ഗോർഡൻ ഒരു ട്രെഡ്മില്ലിൽ വർക്കൗട്ട് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ ന്യൂസിൽ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കെലാനി അപ്പാക്ക എന്ന് പറയുന്ന ഒരു കൊമേഡിയനെ ജോക്കർ കൊന്നിട്ടുണ്ട്. സോ അത് കേട്ട പാടെ നമ്മുടെ ബാർബറ ഗോർഡൻ ആ ട്രെഡ്മില്ലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ട്രെഡ്മിൽ പൊട്ടിപ്പോയി. അവൾ അതും പൊട്ടിച്ചോ? പിന്നീട് നമ്മൾ കാണുന്നത് ബാർബറ ഗോർഡൻ കുളിക്കുന്ന ഒരു സീനാണ്. അവിടെ വെച്ചിട്ടായിട്ട് ജോക്കർ ഏൽപ്പിച്ച മുറിവുകളെല്ലാം നമ്മൾ കാണുന്നു. നീ ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഒരു കാര്യം തെളിയിക്കാൻ. പിന്നീട് നമ്മൾ റെഡ് ഹുഡിനെ കാണുന്നു. റെഡ് ഹുഡ് കുറേ ആൾക്കാരെ അടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ പാസ്റ്റിലെ ജോക്കർ ഹുഡിനെ അടിക്കുന്ന. ജോക്കർ എവിടെ? പിന്നെ റെഡ് ഹുഡ് ചോദിക്കുന്നുണ്ട്, ജോക്കർ എവിടെ? അറിയില്ല. എനിക്കറിയായിരുന്നു നിനക്കൊന്നും അറിയില്ലെന്നും. നമ്മൾ പിന്നീട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ കൊന്നിട്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ജോക്കർ 3 മോക്സോൺ ഫാമിലിയെ കൊല്ലുക എന്ന് പറയുന്നത് ജോക്കറിൻ്റെ ടു ഡു ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ്. നമ്മൾ കമ്മീഷണർ ഗോർഡൻ കാണുന്നു. 3 ക്രൈം സീനിൽ 3 ജോക്കർ. ഇതൊക്കെ എന്താ? ബാറ്റ്മാൻ പറ, ഇതൊക്കെ എന്താ? ജോക്കർ 3 പേരെ കൊന്നോ? ഇവർ ഏസ് കെമിക്കൽസിൽ വർക്ക് ചെയ്തവരായിരുന്നു. ഇവർ ആരാ? ബാറ്റ്മാൻ. ഫിംഗർ പ്രിൻറ്റ്സൊക്കെ കെമിക്കൽസ് കാരണം പോയി കാണും. ഇനി എന്ത് ചെയ്യും ബാറ്റ്മാൻ? യെസ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്ത്? അവർ വീടില്ലാത്തവർ ആകണം. ഇവൻ ആരോടാ സംസാരിക്കുന്നത്? ജോക്കർ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ്. നീ ആരോടാ സംസാരിക്കുന്നത്? അവൻ എന്നോടാ സംസാരിക്കുന്നത്. പിന്നീട് നമ്മൾ ബാറ്റ് ഗേളിനെ കാണുന്നു. ഇവിടെയല്ലേ അവൻ വീണത്? ഇവിടെയാണ് ജോക്കർ ജനിച്ചത്. ക്യാമറാസ് വർക്കാവുന്നില്ലേ? പക്ഷെ വർക്കാവുന്നതിൽ അവൻ നോക്കി. അപ്പോൾ ആ ഭ്രാന്തൻ അവൻ ക്യാമറയിൽ കാണണമെന്നുണ്ടായിരുന്നോ? അതുകൊണ്ടാണ് ജോക്കർ ഒരു ദൃക്സാക്ഷിയെ വെച്ചത്. ആ 3 ജോക്കേഴ്സ് ആൾക്കാർ അവരെ കാണണമെന്നുണ്ടായിരുന്നു. ബാറ്റ്മാൻ ഒരു ടാങ്കർ കാണാനില്ല.
അത് ഞാൻ നോക്കാം. പക്ഷെ റിയൽ ജോക്കർ അവിടെ ഉണ്ടായിരുന്നോ? അറിയില്ല. എസ് കെമിക്കൽസിൽ ഫയലുണ്ടോ? അതൊന്നുമില്ല. ജോക്കറിനെ സൃഷ്ടിച്ച അതേ മിക്സ്ചർ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നെ സഹായിക്കൂ, എൻ്റെ ദൈവമേ, ഇവന് ജീവനുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആ വിക്ടിമിനെ അവർ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബാറ്റ് ഗേൾ, നിനക്ക് ലിഫ്റ്റ് വേണോ? വേണ്ട, നോ താങ്ക്സ്. നീ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ബാർബറ. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബാറ്റ് ഗേളും നമ്മുടെ ബാറ്റ്മാനും കൂടി ആ ആംബുലൻസിനെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വച്ചിട്ടായിട്ട് നമ്മുടെ ബാർബറ പറയുന്നുണ്ട്, ജോക്കർ ഇന്ന് കുറേ പേരെ കൊന്നു, ഇനി അവൻ ആരെയും തൊടില്ല. നിൻ്റെ അച്ഛൻ മൂഡൗട്ടായിരിക്കുന്നത് കണ്ടു. നീയാണ് ബാറ്റ് ഗേൾ എന്ന് അദ്ദേഹത്തിന് അറിയുമോ? ഒരിക്കലുമില്ല. നീ എന്താ ചെയ്യുന്നേ? നീ എല്ലാം പറഞ്ഞേ പറ്റൂ. മുമ്പ് ജോക്കർ എന്താ നിൻ്റെ അടുത്ത് പറഞ്ഞത്? എന്ത് വെച്ചാൽ ബാറ്റ്മാനും ബാറ്റ് ഗേളും ആംബുലൻസിൻ്റെ അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനകത്ത് എന്താ നടക്കുന്നത് അറിയില്ല. ആംബുലൻസ് നിർത്ത്, ഞാൻ അകത്ത് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ബാറ്റ്മാൻ ആ ഒരു ആംബുലൻസ് അടിച്ച് പൊളിച്ച് ആംബുലൻസിൻ്റെ അകത്ത് കയറുന്നതായിട്ടാണ് കാണുന്നത്. നീ എന്ത് തേങ്ങയാ ചെയ്യുന്നേ? ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു. ഒരു വിക്ടിമിനെ അറ്റാക്ക് ചെയ്തിട്ടാണോ നീ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത്? അവൻ ജോക്കറിനാൽ പോയ്സൺ ചെയ്യപ്പെട്ട ഒരു വിക്ടിമാണ്. വിട് അവനെ, ഹുഡ് വിട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ട്രക്കിനെയാണ്. ആ ട്രക്കിൽ ഏസ് കെമിക്കൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ട്രക്ക് ഓടിക്കുന്നത് സാക്ഷാൽ ജോക്കറാണ്. ജോക്കർ അതും കൊണ്ടൊരു ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. എന്തൊരു ജീവിതം. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജോക്കർ ഒരു ഡോറ് നോക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മൾ ജോക്കറിനെ കാണുന്നു. അതോടൊപ്പം തന്നെ വേറൊരു ജോക്കറിനെയും കാണുന്നു. അവൻ്റെ വിചാരം അവൻ ബോസാണെന്ന്. ആരെങ്കിലും ആയല്ലേ പറ്റൂ. ചിരി നിർത്താൻ ഒരു ആൻറ്റിറ്റ്യൂഡുണ്ട്. അയ്യോ, നിനക്ക് ഈ അവസ്ഥ വന്നതിൽ സോറി എന്ന് ബാറ്റ്മാൻ പറയുന്നു. നീ എന്താ വിചാരിച്ചത്? നീ എന്താ ചെയ്തത്? എനിക്ക് ജോക്കറിനെ കണ്ടുപിടിക്കണം. അവൻ ബാക്കിയുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ്. ഒരു വിക്ടിം അവൻ അവൻ്റെ കൊച്ചിനെ അടിച്ചു. അതിന് അവൻ ഡൊമസ്റ്റിക് വയലൻസിന് അകത്തായതാണ്. ജേസൺ, നീ ജോക്കറിൻ്റെ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഞാനും ബാർബറയും ആ ലിസ്റ്റിലുണ്ട്. അവൻ ഒറ്റയ്ക്കല്ല, ജോക്കർ. പിന്നീട് നമ്മൾ ജോക്കേഴ്സിനെ കാണുന്നു. അവിടെ വെച്ച് കാണാനായിട്ട് ജോക്കർ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ കെമിക്കൽസ് ഉണ്ട്. കുറച്ച് രസവും കഴിഞ്ഞു. ഇനി എന്താ, നമ്മളൊരു കിടിലൻ ജോക്കറിനെ ഉണ്ടാക്കും. ഒരാൾ ഫാക്ടറി സെറ്റ് ചെയ്യും. നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ജോക്കർ ടോസ് ചെയ്യുന്നതാണ്. ഹെഡ്സ് എന്ന് വീഴുന്നതായിട്ട് കാണുന്നത്. 2 ജോക്കേഴ്സും പറയുന്നുണ്ട്, ഞാൻ ജയിച്ചു, നീ എൻ്റെ കൂടെ വാ. പിന്നീട് നമ്മൾ ഗോതം അക്വേറിയത്തിലെ ഒരു സീനാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ 3 ഹീറോസിനെയും കാണുന്നു. ബാറ്റ്മാൻ, റെഡ് ഹുഡ് ആൻഡ് ഓഫ് കോഴ്സ് ബാറ്റ് ഗേൾ. അപ്പോൾ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ ബാർബറ ഗോർഡൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനിവിടെ എന്നെ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ റെഡ് ഹുഡ് പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. ബ്രൂസ്, നീയോ? അപ്പോൾ ബ്രൂസ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയുമാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ബ്രൂസ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അവരതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ബാറ്റ്മാൻ്റെ ആ ഒരു ലോഗോ ബാറ്റ് ലൈറ്റ് പോലെ കത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ 3 ജോക്കേഴ്സ് ഇപ്പോൾ കൺട്രോൾഡാണ്. ബാറ്റ് ലൈറ്റ് പണിയാവോ? ആ അക്വേറിയത്തിനുള്ളിൽ നമ്മൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ ബാറ്റ്മാൻ മീനുകൾ കാണുന്നതാണ്. അവിടെ ഒരു വലിയ ഷാർക്കിനെ ബാറ്റ്മാൻ കാണുന്നു. നമുക്ക് മനസ്സിലാവുന്നിടത്തോളം ആ കെമിക്കൽസ് എല്ലാം ആ അക്വേറിയത്തിലാണ് നമ്മുടെ ജോക്കർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അവർ ഇവിടെ എത്തി. അതെ, കുറേ ആയല്ലോ ബാറ്റ്മാൻ. ആരാ അത്? ഗ്യാഗി, ഒരിക്കൽ ജോക്കറിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അവർ വെടിവെക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാവരെയും പിടിക്കുക, ആ റെഡ് ഹുഡിനെ എനിക്ക് വേണം. പിന്നീട് അവരൊരു ഫൈറ്റ് സീനാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് ഗണ്ണെടുക്കുന്നു. അവിടെ വെച്ചിട്ടായിട്ട് ബാർബറ ഗോർഡൻ പറയുന്നുണ്ട്, തോക്കില്ലെങ്കിൽ ഇവർക്കൊന്നും ഒരു ശക്തിയില്ല. ആ വെടിവെൽപ്പിനിടയിൽ അക്വേറിയം പൊട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ ഹുഡ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഹുഡിനെ നമ്മുടെ ഗ്യാഗി ഷോക്ക് അടിപ്പിക്കുന്നുണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് പൊളിക്കും. അപ്പോൾ നമ്മൾ ഹുഡ് പറയുന്നുണ്ട്, നമുക്ക് പൊളിക്കാം. അവിടെ വെച്ചിട്ടായിട്ട് ആ ഗൺ ഫയർ ആവുന്നുണ്ട്. അവിടെ വെച്ചിട്ടായിട്ട് ആ അക്വേറിയം പൊട്ടിത്തെറിക്കുന്നു. അവിടെ വെച്ചിട്ടായിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ടായിട്ട് ഗ്യാഗി പറയുന്നുണ്ട്, ഓ നോ,
എന്നിട്ട് ആ ഷാർക്ക് വെളിയിലോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ആ ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്നു. ജോക്കറിൻ്റെ പ്ലാൻ തീർന്നു. ഇല്ല, ഇനിയും കെമിക്കൽസ് ഉണ്ട്. ശരിയാണ് ബാറ്റ്മാൻ, മീൻപിടുത്തം റോബിനും ബാറ്റ്മാനും നിർത്തിയതെന്താ? റോബിൻ പുഴുവിനെ തിന്നു. ജോക്കർ ആ ഗ്ലാസ് ജോക്കർ ആ ഗ്ലാസ് വെച്ചിട്ട് ഹുഡിൻ്റെ തല പൊട്ടിക്കുന്നു, മാസ്ക് ഊരി മാറ്റുന്നു. പിന്നീട് നമ്മൾ കാണുന്നത്, എനിക്കിതിൻ്റെ കണ്ണ് കാണണം. ബാറ്റ്മാൻ ജോക്കറിനെ ഇടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജോക്കർ തറയിൽ വീഴുന്നു. ഇത് ജോക്കറല്ലേ ബാറ്റ്മാൻ? ആ ചിരി, ആ നോട്ടം, ആ ചിരിക്കുന്ന മീൻ. ഉത്തരം കിട്ടിയില്ല. എൻ്റെ കണ്ണുകളിൽ ആ കെമിക്കലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റെഡ് ഹുഡ് ജോക്കറിനെ ചവിട്ടാൻ പോകുന്നു. ഇടാ തൊന്തയില്ലാത്തവനെ, ജേസൺ നിർത്ത്. ബാറ്റ്മാൻ, ഒരു ജോക്കറിനെ കിട്ടി ജിം. 17th ബ്രോഡ്വേയിൽ രണ്ടാമത്തെ ജോക്കറുണ്ട്. ഞാൻ രണ്ടാമത്തവനെ പിടിക്കാൻ പോകുന്നു. ജോക്കറിൻ്റെ കാറിലാണ് നമ്മൾ കാണുന്നത്. ജോക്കറിൻ്റെ സൂട്ടിൽ നിന്ന് വരുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ജോക്കറിനെ അവരൊരു ചെയറിലോട്ട് എടുത്തിരുന്നു. അവിടെ നിന്നിട്ട് ആസിഡ് സ്പ്രേ ഉള്ളൊരു ഫ്ലവർ ജോക്കർ നമ്മുടെ ജേസൺ ടോഡിനെ തെറിപ്പിക്കാൻ നോക്കുന്നു. അപ്പം നമ്മുടെ ബാറ്റ് ഗേൾ അത് മാറ്റാൻ നോക്കുന്നു. ജേസൺ മാറ്, ജോക്കർ ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജോക്കർ, എനിക്ക് തെളിയിക്കാനാവും. ഹുഡ് തോക്കെടുക്കുന്നു. ബാറ്റ് ഗേൾ പറയുന്നുണ്ട്, ഗണ്ണ് താഴെ. ബാറ്റ്മാൻ ആണെങ്കിൽ ഇതൊരിക്കലും ചെയ്യില്ല. അവനത് ചെയ്യില്ല, അവൻ ഇവിടെ ഇല്ലല്ലോ. പ്ലീസ് ഗണ്ണ് താഴെ ജേസൺ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജേസൺ ടോഡിനെ നമ്മുടെ ജോക്കർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജേസൺ ഇറിറ്റേറ്റായിട്ട് ജോക്കറിനെ കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു. നീ എന്താ ചെയ്തത് ജേസൺ? നീ അത് ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയരുത് ബാർബറ. ഇല്ല, ഞാൻ അതൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാർബറ ആകെ ഇമോഷണലായി, എന്ത് പറയണമെന്നറിയില്ല, എത്ര ഒരവസ്ഥയിലാണ് പോകുന്നത്. പോയി ചാവ് ജേസൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാർബറ കൊടൻ നടന്നു പോകുന്നു. അവിടെ നിന്ന് വെച്ചിട്ടായിട്ട് നമ്മുടെ ജേസൺ ടോഡ് പറയുന്നുണ്ട്, ദൈവമേ, ഇതാവണ യഥാർത്ഥ ജോക്കർ.